ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മലർവാടി കൃഷിക്കൂട്ടത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റിനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് ചേച്ചിമാർ ചേർന്നുകൊണ്ട് ഒരു സംരംഭം തുടങ്ങിയ കഥയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കേൾക്കുന്നത്. അതിനു മുമ്പേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇവിടെ ഹൈവേ ആയതുകൊണ്ട് സൗണ്ട് പൊല്യൂഷൻ ഇച്ചിരി ഉണ്ട്, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലർവാടി കൃഷിക്കൂട്ടത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ ഇവർ എങ്ങനെ ഈ സംരംഭം തുടങ്ങി എന്നുള്ളത് നമുക്ക് ചേച്ചിയായിട്ട് പരിചയപ്പെടുവാണ്. അപ്പോൾ ചേച്ചി പേര് പറയാം. എൻ്റെ പേര് ശാന്തകുമാരി. അപ്പോൾ നിങ്ങൾ ഈ കൃഷിക്കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ 9 പേര്. 9 പേര് കൂടെ ചേർന്നാണ് ഈ കൃഷി നിങ്ങളുടെ ചെയ്തത്? അതെ. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാര്യം എങ്ങനെയാണ് വന്ന ഉദ്ദേശം? ഇതിന് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് എടുക്കുകയും ഉപഭോക്താക്കൾക്ക് ന്യായമായ ഒരു ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ വലിയ ട്രെയിനിങ് മൂലമാണോ ചേച്ചി ഇത് തുടങ്ങാനുള്ള ആശ ഉദിച്ചത്? അതെ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ്ങുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വിപണനത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം നമ്മളൊരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൃഷിക്കൂട്ടത്തിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയും സാധനങ്ങളും ബാക്കിയുള്ള കർഷകരുടെ സാധനങ്ങളും ഇവിടെ കൊണ്ടുവച്ച് വിൽക്കാം എന്നുള്ള ആ ഒരു ആശയത്തിലാണ് ഇങ്ങനെ ഒരു കട തുടങ്ങുന്നത്. നമുക്ക് അതിന് ചേച്ചിക്ക് കൃഷിഭവനിൽ നിന്ന് സബ്സിഡി വല്ലതും കിട്ടിയിട്ടുണ്ടോ? കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. നിങ്ങളൊരു ചെറിയ ഫണ്ട് കൃഷിഭവന്റെ ഉണ്ട് അല്ലേ? ഫണ്ട് കിട്ടിയിട്ടുണ്ട്. സീലം മുറ്റം കിട്ടി, ജ്യൂസർ മുറ്റം കിട്ടി, ഡ്രയർ കിട്ടി, കുറച്ച് റാക്കും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ എങ്ങനെയാ ഈ ഔട്ട്ലെറ്റിൽ നിങ്ങൾ നിൽക്കുന്ന എങ്ങനെ? ഈ 9 പേര് നിങ്ങളോട് സഹകരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? അതോ 9 പേര് ഞങ്ങളോട് സഹകരിച്ചാണ്. എങ്ങനെയാ പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാൻ സഹായിക്കുന്നു അതോ വിൽപ്പനയ്ക്ക് വേണ്ടിയിരിക്കുന്നോ? പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാനും സഹായിക്കുന്നുണ്ട്, വിൽപ്പനയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തരാണ് ഷിഫ്റ്റ് ഇടുന്നത്. ഞങ്ങൾ 9 പേര് മാറി മാറിയാണ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഇതെന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിട്ടൊക്കെയാണ്. ഇതിനകത്തെന്ന് പറയുന്നത് കടുകെണ്ണ, പിന്നെ പെരിഞ്ചീരകം, നമ്മുടെ സാദാ ജീരകം, അയമോദകം, പിന്നെ ഇത് കരിഞ്ചീരകം. എങ്ങനെയാ ചേച്ചി ഓർഡർ അനുസരിച്ചാണ് നിങ്ങൾ കൊടുക്കുന്നത് അതോ ഇവിടെ വരുന്ന പ്രോഡക്റ്റ് വിറ്റഴിക്കുകയാണോ? ഉണ്ടാക്കി വെച്ചേക്കും. അത് വരുന്നത് ഇത് ആൾക്കാർ തന്നെ എത്ര ബോട്ടിലൊക്കെ കൊണ്ടുവരും ഒരു ദിവസം? നമ്മൾ കൊണ്ടുവരുന്ന 4, 5, 6 ഒക്കെ ബോട്ടിലുകൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് തീർന്നു പോകും. 10, 12 എണ്ണം ഒക്കെ കൊണ്ടുവരും. പിന്നെ എല്ലാം അരിപ്പൊടി അങ്ങനെ പരിചയപ്പെടുത്താം. സാധനങ്ങൾ വെളിച്ചെണ്ണ നാച്ചുറൽ തന്നെ ആട്ടി കൊണ്ടുവരുവാണോ? പിന്നെ ഇത് തന്നെ വരിക്കച്ചക്കയുടെ ഇതുണ്ട്. തിരിച്ചു കാണിക്ക്. ഇത് വരിക്കച്ചക്ക, ഒരു വരിക്കച്ചക്കയാണ്. ഇത് വരട്ടി വെച്ചേക്കാണ്. ഇതിനകത്ത് നെയ്യും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത്, ശർക്കരയും എല്ലാം കൂടെ ചേർത്ത്. ഇതിൽ എല്ലാം ഓർഡർ ഉണ്ടോ? ഇതെന്ന് പറയുന്നത് നമ്മളിത് എത്ര നാൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ തോന്നിയ നാൾ ഇരിക്കുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറക്കി വെച്ചേക്കാണ്. ആദ്യം ഉണ്ടാക്കിയിരുന്ന എല്ലാം പോയി കൊടുക്കാതെ ഇങ്ങനെ വെച്ചേക്കുക. അപ്പൊ വരുന്ന സാധനം അന്നേരം വിറ്റ് പോകുന്നുണ്ട്. പിന്നെ അടുത്ത ഐറ്റം ഇത് ചമ്മന്തിപ്പൊടി കർഷകരുണ്ടായിക്കൊണ്ട്. അത് എത്ര കിലോയുടെ പാക്കറ്റ് ആണ്? ഇത് 1/2 കിലോയുടെ. 1/2 കിലോ എത്ര രൂപ വരും? 180. 1/2 കിലോ പാക്കറ്റ്. ഇത് അവലോസ് പൊടി 500 ഗ്രാം. എല്ലാം 1/2 കിലോ പാക്കറ്റ് ഇതാക്കിയോട്ട്. അത് എത്ര രൂപ? 100 രൂപ. ഇത് പുട്ടിന്റെ പൊടി 1 കിലോ 70 രൂപ. അതും അങ്ങനെ ഇവര് തന്നെ കർഷകർ തന്നെ ഉണ്ടായിക്കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ അംഗങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ മാർക്കം എളുപ്പം നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് തിരക്കി കിടക്കേണ്ട കാര്യമില്ല. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വിറ്റഴിക്കാം. ഇത് 1/2 കിലോ 35 രൂപ. ഓക്കെ. അത് മാത്രമല്ല ഉപഭോക്താക്കൾക്ക് മായം ചേർക്കാത്ത നല്ല സാധനങ്ങൾ കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഡ്രയർ ഉണ്ടായിട്ട് ഉണക്കാനും പാടില്ല. ഇത് 60 രൂപ. കൂരവപ്പൊടി ഉണ്ട്. ഇത് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി 1/2 കിലോ പാക്കറ്റ് 60. ഇത് മുളക് പൊടി 1/2 കിലോ പാക്കറ്റ്. 1/2 കിലോ. സോറി, അത് 1/2 കിലോ അല്ല, അത് 1 കിലോ. അത് 1 കിലോ 1/2 കിലോ 2 പാക്കറ്റ്. ഇത് 1/2 കിലോ 80 രൂപ. പിന്നെ മഞ്ഞൾപ്പൊടി അല്ലേ? മഞ്ഞൾപ്പൊടി 100 ഗ്രാം. ഉണക്കച്ചീനിയാണോ പുതിയ ചീനിയാണോ? ഉണക്കച്ചീനി. ഇത് വാട്ടി ഉണക്കി. വാട്ടക്കപ്പ. ഇത് വടക്കംപുളി. സാധാ പിഴിപുളി. ഇത് തേൻ.
തേൻ ഇവിടുത്തെ തേൻ കർഷകർ ഇതിനകത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള ഒരു അംഗത്തിന്റെ തന്നെ തേൻ കർഷകരുണ്ട്. വീട്ടിലെ തന്നെ ഒറിജിനൽ എല്ലാം ഇതുണ്ട്. മായമില്ലാത്ത ഒറിജിനൽ തേൻ. അപ്പൊ തേനൊക്കെ എങ്ങനെ വിലയാ? ഇത് 1 കിലോ 400 രൂപ. 1 കിലോ 400, 1/2 കിലോ 200. പിന്നെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയുണ്ട്? ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്ന തന്നെ അരിയുണ്ട്. അരി ഉണക്കലരി, നെല്ല് കുത്തിയ പച്ച നെല്ല് കുത്തിയ അരി. കുരുമുളക് നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് ലേബൽ ഒട്ടിച്ച് നമ്മൾ ഓരോ കർഷകരുടെ വീട്ടിലും നമ്മുടെ കർഷകരുണ്ടാക്കിയ ഇതിനകത്തുള്ള ഗ്രൂപ്പിനകത്തുള്ള ഈ 9 പേരിൽ ഒരു കർഷകർ ഉണ്ടാക്കിയതാണ് സോപ്പ്. പല പല ഇതുകൾ ചേർക്കുന്നതാണ്. കറ്റാർവാഴ ചേർക്കുന്നുണ്ട്, രാമച്ചൻ ചേർക്കുന്നുണ്ട്, വേപ്പിൻ്റെ ഇല ചേർക്കുന്നുണ്ട്, ആട്ടിൻപാലും ഗ്ലിസറിനും പിന്നെ വൈറ്റമിൻ ഇയും കൂടെ ചേർത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ശംഖുപുഷ്പത്തിന്റെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം നല്ല വിറ്റ് പോകുന്നുണ്ട്, നല്ലതായിട്ട് വിറ്റ് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങള് കട സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 2 മാസമേ ആയുള്ളൂ അല്ലേ? 1 മാസമേ ആയുള്ളൂ. അപ്പൊ ഇത് അറിഞ്ഞ് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം വന്ന് വാങ്ങിക്കുന്നവര് പിന്നെ വരുന്നുണ്ട്. ഈ ഫുഡ് ഐറ്റംസ് ഒന്ന് പരിചയപ്പെടുത്താം. ഫുഡ് ഐറ്റംസ് മിക്സർ ഇതെല്ലാം സാമ്പിളായിട്ടാണോ കൊണ്ടുവരുന്നത് ആൾക്കാർ? അതോ ബൾക്കായിട്ട് തോനെ കൊണ്ടുവരുന്നുണ്ടോ? 3 കിലോ 4 കിലോ നിങ്ങളത് തൂക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പാക്ക് ചെയ്തതിന്റെ ബാലൻസ് ചിപ്സ് എല്ലാം അച്ചപ്പം. ഇതെല്ലാം തന്നെ കർഷകർ അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്. പിന്നെ മുട്ട കൊണ്ടുവരുന്നുണ്ട്. ആ മുട്ട എങ്ങനെ നമ്മൾ എടുക്കുന്ന വില? 8 രൂപയ്ക്ക് എടുക്കും, 9 രൂപയ്ക്ക് 1 രൂപ ലാഭം. 1 രൂപ ലാഭം. താറാമുട്ടയാണെന്നുണ്ടെങ്കിൽ 12 രൂപയ്ക്ക് എടുക്കും, 13 രൂപയ്ക്ക് കൊടുക്കും. ചീമച്ചക്ക അങ്ങനെയുള്ള ലൈവായിട്ടുള്ള പച്ചക്കറികളും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോലി തേടി എങ്ങും പോവണ്ട. അപ്പൊ നിങ്ങള് ചെടിച്ചട്ടികള് ഇതെല്ലാം എടുത്തു വെക്കുന്നതാണ്. കാരണം അവര് പച്ചക്കറി തൈകളും ഉണ്ട് അപ്പുറത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് ചെടികൾ, ഫ്രൂട്ട്സ് പ്ലാന്റുകൾ, പിന്നെ അതിന് വേണ്ടുന്ന ചാണകപ്പൊടി, അങ്ങനെയുള്ള. അപ്പൊ ഇതെല്ലാം ആത്മയുടെ നമുക്ക് ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് നമുക്ക് അതിന്റെ പ്രചോദനത്തിൽ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് തൊഴിലുമായി കർഷകരുടെ സാധനത്തിന് അവര് വിലയും കിട്ടുന്നുണ്ട്. അവര് പുറത്ത് തേടി നടക്കണ്ട, എവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് എത്ര സാധനം കൊണ്ടുവരട്ടോ എന്ന് ചോദിക്കും. എങ്ങനെയാ അവര് വിളിച്ച് ചോദിക്കും? നമ്മൾ ഇന്ന സാധനം ഇവിടെ ഇല്ല, ഇന്ന സാധനം കൊണ്ടുവരാൻ പറയും. അവര് തയ്യാറാക്കി. അച്ചാറൊക്കെ ഒരുപാട് വരുന്നുണ്ടോ? അച്ചാറൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഓണമൊക്കെ ആകുമ്പോ നിങ്ങൾ അച്ചാറൊക്കെ സ്റ്റോക്ക് ചെയ്തില്ലേ? ഇഞ്ചി ഐറ്റംസ് മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് ചെയ്തതെന്ന് പറയുന്നത് റംബൂട്ടാൻ്റെ അച്ചാറ്, വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ അച്ചാറ്. ഇതിപ്പോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ അച്ചാറ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓണത്തിന് നമുക്കൊരു നല്ലൊരു കച്ചവടം പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ ഗ്രൂപ്പിൽ ഇവർ കണ്ടതിന് ശേഷം നിങ്ങളുടെ കല്ലുവാതുക്കക്കാരൊക്കെ ഇത് അറിഞ്ഞ് ഒന്ന് വരട്ടെ. കാരണം കല്ലുവാതുക്ക മെയിൻ ഹൈവേ ജംഗ്ഷനിൽ തന്നെയാണ് ഈ കട. അപ്പോൾ നിങ്ങൾ സമീപിക്കുക. ഒറിജിനൽ നാടൻ സാധനം, നമ്മുടെ കർഷകരുടെ പ്രോഡക്റ്റ്, മായമില്ലാത്ത സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം. അത് ഞങ്ങൾക്ക് ഇത്രയും പ്രയോജനം ഞങ്ങളുടെ കൃഷി ഓഫീസിലെ സ്റ്റാഫുകളും നമ്മുടെ AD ഞങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ ഞങ്ങളെ കൂടെ സഹകരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ടായത് കൊണ്ട് നിങ്ങൾ ജോലി ഓരോ ഓഫീസർമാരെയും നമുക്ക് പേരെടുത്ത് പറയേണ്ടി വരും. അപ്പൊ എല്ലാ ചേച്ചിമാരും ജോലി തേടി നടക്കണ്ട. അവർ തന്നെ ഓരോ സംരംഭം ഉണ്ടാക്കി അവർ തന്നെ മുന്നോട്ട് പോകട്ടെ. അത് മാത്രമല്ല ചേച്ചി ഇതിനൊരു മാതൃക ആയിക്കോട്ടെ. അത് മാത്രമല്ല ഞങ്ങളിപ്പോ 9 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് എണ്ണ കൂട്ടാനും ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങളോടൊത്ത് സഹകരിച്ചു പോകുന്ന ആൾക്കാരെ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവിടെ വന്നിരിക്കണം. ഞങ്ങൾക്ക് 2750 രൂപ ഞങ്ങൾ ഷെയർ ഇട്ടിട്ടുണ്ട്. എങ്കിലേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഓടും. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള കർഷകരെ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയും. ശരി, ഓക്കെ, നന്ദി ചേച്ചി.